വെൽക്കം ബാക്ക് ടു Xylem Learning. It's me മുഫീദ മക്കളെ. അപ്പൊ പറഞ്ഞു വന്ന് നാളെയാണല്ലോ നമ്മൾ ഓണം എക്സാം. അപ്പൊ നന്നായിട്ട് എഴുതാം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറെ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്, ഗ്രാഫ് വരക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് എക്സാമിന് സാധ്യതയുള്ള എല്ലാ ഗ്രാഫ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ടൈം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പൊസിഷൻ സ്ഥാനവും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണം അല്ലെ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് പേപ്പർ കൊണ്ടുപോകുന്നു വേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ഗ്രാഫ് പേപ്പർ ഒക്കെ നിങ്ങൾക്ക് തരും കേട്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. സോ ക്വസ്റ്റ്യൻ നോക്കിയോ, പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് സ്ഥാന സമയ ഗ്രാഫ് വരക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്കെയിൽ എഴുതുക, തോത് എഴുതുക. ഓക്കെ, അപ്പൊ ഗ്രാഫ് ഉണ്ട് നമ്മളെ കയ്യിൽ, എന്ത് ചെയ്യണം? നമ്മൾ തോത് എഴുതി കൊടുക്കണം. എന്താണ് നമ്മളുടെ പട്ടിക? നോക്കിക്കോ, നമ്മൾ തന്നിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് 0 അല്ലെ. ടൈം എങ്ങനെയാണ്? 0, 2, 4, 6 അങ്ങനെ പോവാണ് അല്ലെ. സ്ഥാനം പൊസിഷൻ എങ്ങനെയാണ്? 0, 4, 8 മീറ്റർ, 12 മീറ്റർ, അങ്ങനെയാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഗ്രാഫ് വരക്കാനുള്ള ഒരു സ്കെയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫ് പേപ്പറിന്റെ അല്ലെ, ഇവിടെ നമ്മൾ കണ്ടിട്ട് 1 സെന്റിമീറ്റർ ഈക്വൽ ടു ഇത്ര മീറ്റർ, ഇത്ര സെക്കൻഡ് അല്ലെ. ആ സംഭവമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മളുടെ കണക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചോളി, നമ്മൾ ഗ്രാഫിലെ ഒരു കള്ളി ഉണ്ടല്ലോ, ഒരു കള്ളി, ഈ ഒരു കള്ളിന്റെ ഈ ഒരു നീളം നമ്മൾ 1 സെന്റിമീറ്റർ ആയിട്ടാണ് എടുക്കുക. പിന്നെ മുകളിലോട്ടാണെങ്കിലും ഈ ഒരു നീളം 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കും. അപ്പൊ 1 സെന്റിമീറ്റർ എത്രയാണ്? ഇപ്പൊ ഇവിടെ നമ്മൾ പൊസിഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പൊസിഷന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ഇതിൽ ഒരു കള്ളി എത്ര മീറ്റർ ആണ്? അത് നമ്മൾ എഴുതി കൊടുക്കണം. ഇനി ഇവിടെ ആണെങ്കിൽ ഈ ഒരു സ്ഥലം അല്ലെ 1 സെന്റിമീറ്റർ ആണ്, അത് എത്ര സെക്കൻഡ് ആണ്? അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാഫിന്റെ ഒരു സൈസിനനുസരിച്ചിട്ട് വേണം സ്കെയിലുകൾ നിങ്ങൾ തീരുമാനിക്കണം. ഇവിടെ വളരെ നല്ല സിമ്പിൾ ആയിട്ടുള്ള അളവ് തന്നുകൊണ്ട് തന്നെ നമുക്ക് 1 സെന്റിമീറ്റർ ഈക്വൽ ടു അല്ലെ 2, 4, 6, 8 അങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് 2 സെക്കൻഡ് ആയിട്ട് എടുക്കാം. ഓരോ സെന്റിമീറ്റർ എന്നാണ്, ഓരോ കള്ളിയും ഓരോ സെക്കൻഡ് അല്ലെ, 2 സെക്കൻഡ് വീതം നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ പൊസിഷൻ ആണ് 0, 4, 8, 12. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 1 സെന്റിമീറ്റർ ഈക്വൽ ടു അല്ല, ഇവിടെ 4 വീതമാണ്, 4 മീറ്റർ എന്ന് എഴുതാം. അല്ല, കുറച്ചുകൂടെ വൃത്തിയിൽ നമുക്ക് ഗ്രാഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ 2, 4, 6, 8, 10 അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 മീറ്റർ എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം അല്ലെ. ഇനി വേണമെങ്കിൽ 1 മീറ്റർ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഗ്രാഫില് ഈ കംപ്ലീറ്റ് വാല്യൂസ് വന്നാൽ മാത്രം മതി. അത് മാത്രമാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മളോട് ഇതിനെ സ്കെയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 സെക്കൻഡ്, 1 സെന്റിമീറ്റർ ഈക്വൽ ടു 2 മീറ്റർ. കാരണം നമ്മൾ ഇഷ്ടമാണ് എഴുതുന്നത്, അതുപോലെ നമ്മൾ ഗ്രാഫ് വരച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിയോ, നമ്മളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കും മക്കളെ ശ്രദ്ധിക്കണം. നമ്മള് y ആക്സിസിൽ പൊസിഷൻ സ്ഥാനവും x ആക്സിസിൽ എന്ത് കൊടുക്കുക? ടൈമും നമ്മൾ കൊടുക്കുക അല്ലെ. ഇതാണ് നമ്മളുടെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ. ഇത് നമ്മളുടെ ടൈം അല്ലെ, സമയം. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നും എത്ര അളവ് അല്ലെ, ഓരോ കള്ളിയും എത്ര എന്നുള്ളതും കൂടെ എഴുതി കൊടുക്കാം. അപ്പൊ ഇത് 2 മീറ്റർ, പിന്നെ 4 മീറ്റർ, 6 മീറ്റർ, 8 മീറ്റർ അല്ലെ. എത്ര അളവ് വരെ ഉണ്ട്? നമുക്ക് എത്ര വേണം? നമുക്ക് ഇവിടെ 12 വരെ വേണം അല്ലെ. 12 വരെ പോട്ടെ. 8 മീറ്റർ, പിന്നെന്താടാ 10 മീറ്റർ, പിന്നെയോ 12 മീറ്റർ വരെ നമ്മളെ ഗ്രാഫിൽ വേണം. അത്രേ ഉള്ളൂ, ആ 12 മീറ്റർ വരെ ഉണ്ടായാൽ മതി. നെക്സ്റ്റ് ടൈം ആണെങ്കിലോ 2, 4, 6, 8, 10, 12 അല്ലെ, അങ്ങനെയാണ് ടൈം പോകുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി ഗ്രാഫ് വരച്ചു കൊടുക്കുക. ഗ്രാഫ് വരക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടല് ഗ്രാഫ് വരക്കുന്നിടത്ത്. അപ്പൊ ടൈം 0 ആകുമ്പോൾ സ്ഥാനം 0 ആണ്. ഓക്കെ, രണ്ടും 0. അപ്പൊ തുടക്കത്തിൽ ഇങ്ങനെയാണ് അല്ലെ, 0. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ടൈം 2 സെക്കൻഡ് ആവുമ്പോൾ സ്ഥാനം 4 മീറ്റർ ആയിട്ടുണ്ട്. സോ ടൈം 2 സെക്കൻഡ് ഇവിടെയാണ്. പൊസിഷൻ എത്രയാ? 4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ മുകളിലോട്ട് വരച്ചിട്ട് എവിടെയാണ് നമ്മളുടെ ഇവിടെ മുട്ടുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ, റെഡി. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 4 സെക്കൻഡ് ആകുമ്പോൾ 8 മീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, 4 സെക്കൻഡില് എത്രയാണെടാ? 8 മീറ്റർ ആയിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മളുടെ 8 മീറ്റർ. അപ്പൊ അതും കിട്ടി. നെക്സ്റ്റ് 6 സെക്കൻഡില് 12 മീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, 6 സെക്കൻഡില് എത്രയാണെടാ?
12 മീറ്റർ. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ കിട്ടിയതിനെ ഈ സ്റ്റാറിന് എന്ത് ചെയ്താൽ മതി, കൂട്ടി യോജിപ്പിച്ചാൽ വി ഗോട്ട് ദ ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ, ചെരിഞ്ഞ ഒരു നേർരേഖയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതിന് നമുക്ക് 2 മാർക്കാണ് കിട്ടുക. ഇത്ര സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ് നമ്മൾ പരിശോധിച്ചിട്ട് ഈ ഒരു വസ്തുവിന്റെ സ്വഭാവം, ചലനത്തിന്റെ സ്വഭാവം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ, സമചലനമാണോ അസമചലനമാണോ എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മക്കൾ മനസ്സിലാക്കണം, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് യൂണിഫോം ആയിരിക്കും. എന്താണ്? യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, സമചലനമാണോ അസമചലനമാണോ അല്ലെ, യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം ആണോ ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, സെറ്റ് ആണ് അല്ലെ? അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളോട് ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതുപോലെ വാല്യൂ തന്നിട്ട് വരക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മളോട് ചോദിക്കും ഈ ഗ്രാഫിന്റെ സ്വഭാവം എഴുതുക അല്ലെ. വരക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി വരച്ചു കഴിഞ്ഞിട്ട് അത് വേറെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, അപ്പൊ വരച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മോട് ചോദിക്കും എങ്ങനെയാ ഈ ഗ്രാഫിന്റെ സ്വഭാവങ്ങൾ എഴുതുക, ഒ എന്റെ സ്വഭാവം എഴുതുക, എ ബിന്റെ സ്വഭാവം എഴുതുക എന്നൊക്കെ നമ്മളോട് ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഒ എ എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി കൂടി കൂടി വരികയാണ്. വെലോസിറ്റി കൂടി കൂടി വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. എന്താണ് മക്കളെ? ആക്സിലറേഷന്റെ മലയാളമാണ് ത്വരണം അല്ലെ. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, ഒരേപോലെയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയും യൂണിഫോം ആക്സിലറേഷൻ എന്നാണ്. യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ സമത്വരണം എന്ന് വിളിക്കും. ഇനി എ ബി എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? വെലോസിറ്റി കുറഞ്ഞു 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 വരികയാണ് അല്ലെ. വെലോസിറ്റി കുറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. മന്ദീകരണം അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ഇംഗ്ലീഷില് റിട്ടാർഡേഷൻ. ഇവിടെ ഇതുപോലെ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അതങ്ങനെ വരുന്ന ഭാഗങ്ങളിലൊക്കെ അത് യൂണിഫോം ആയിരിക്കും. യൂണിഫോം സമമന്ദീകരണം അല്ലെങ്കിൽ നമ്മൾ പറയും യൂണിഫോം റിട്ടാർഡേഷൻ ആണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇതുപോലെയാണ് നമ്മുടെ ഗ്രാഫ് വന്നെങ്കിൽ പറഞ്ഞ അതേ സംഭവങ്ങൾ. ഇത് അടുത്ത ഗ്രാഫാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫില് എ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, നേരത്തെ പറഞ്ഞ അതേ സംഭവം അല്ലെ. എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ് അല്ലെ, സമത്വരണമാണ്. വെലോസിറ്റി കൂടി കൂടി വരുന്നതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ത്വരണം എന്ന് വിളിക്കുന്നത്. അടുത്ത കേസിൽ ബി സി നോക്കിക്കേടാ, ഇവിടെ 2 സെക്കൻഡിൽ 30 വെലോസിറ്റി, 3-ാമത്തെ സെക്കൻഡിൽ 30, 4-ാമത്തെ സെക്കൻഡിൽ 30, 5-ാമത്തെ സെക്കൻഡിൽ 30, എല്ലാ സമയത്തും 30 വെലോസിറ്റി. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന്. ഓക്കെ, അതും സെറ്റായി. നെക്സ്റ്റ് സി ഡിയിലോട്ട് വരുമ്പം വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ. ഈ ഗ്രാഫിന്റെ ഈ ഭാഗമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. ഇവിടെ നോക്കിയോ, സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കും യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ സമമന്ദീകരണം എന്ന്. സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇന്ന് രാത്രിയിൽ നമ്മൾ 7 മണിയിലെ മാരത്തോണിലായിരിക്കും നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആരും മറക്കണ്ട, ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് രാത്രി 7 മണിയാകുമ്പോൾ നമ്മളെ ചാനലിൽ വരാം കേട്ടോ. ബൈ.